സാർ ഇരിക്കി. എൻ്റെ പേരെന്തായിരുന്നു? ഫ്രെഡറിക്. എന്താ ഫ്രെഡറിക്. കരാടിയോ? ഫ്രെഡറിക്. വായിക്കൊള്ളാന്നല്ല പേരെ കിട്ടണോ? അത് പിന്നെ നമ്മളെ എനിക്കങ്ങനെ പണ്ട് ഇങ്ങനത്തെ പേര് എനിക്കും ഇഷ്ടമല്ല. ഞങ്ങൾക്കും ഇഷ്ടല്ലേ. ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടാ? അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു കന്നഡ നടിയുടെ പി ആയിരുന്നു. അങ്ങനെ അതാണ് അഭിനയം. അതാണ് അഭിനയം. അല്ല അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ ഒരു ലൊക്കേഷനൊക്കെ പോയി നല്ല അങ്ങനെ പരിചയമുണ്ട്. ഏത് കന്നഡ നടി? കന്നഡ നടി അത്യാവശ്യം നല്ല ഫെയിം ഉള്ളതാ. ആരാ? സാൻഡ്ര എന്ന് പറഞ്ഞൊരു. എടോ താൻ ഇവിടെ വന്ന് ഈ ഉടായിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു 5-10 പടം ഹിറ്റ് അടിപ്പിച്ച ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഓണറാണ്. അല്ല അതുകൊണ്ടാണല്ലോ സാറ് ഞങ്ങളിവിടെ ഞങ്ങളെ പൊട്ടനാക്കാണ്. അല്ല ഞാൻ നിങ്ങളെ പൊട്ടനാക്കിയിട്ടൊന്നുമില്ല. ഞാനിപ്പോ അഭിനയമോഹമായിട്ട് ഇവിടെ വന്നല്ലേ. താൻ എന്തൊക്കെ ചെയ്യും? ഞാന് എല്ലാം അത്യാവശ്യം എല്ലാം തന്നെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ടോ? അങ്ങനെ പ്ലാന് അത്യാവശ്യം പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റുമോ? അല്ല ഒന്ന് സമാധാനമായി. അതെന്താ ചെറുക്കണി വിടുന്നത്? എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. കുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ചേട്ടൻ്റെ അത്ര ഇല്ല. അത് കുഴപ്പമില്ല, ശീലമാക്കുമ്പോൾ മാറിക്കോളും. പിന്നെ പറ എന്തൊക്കെയാണ്? എനിക്ക് എന്തോ കുട്ടിയോട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു. എന്തോ ഒരു ഇഷ്ടം പോലെ. ഞാൻ ഒരു പാട്ട് പാടി തന്നാലോ? വീണയൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. തുടങ്ങിയ ഇത് പഠിച്ചിട്ടുണ്ടോ? ഞാനെന്താ പ്രപ്പോസ് ചെയ്തു? തീർച്ചയായിട്ടും ചെയ്യാം, കുഴപ്പമില്ല. ചെയ്യും, ചെക്കൻ ചെയ്യും. കാണട്ടെ. ചേട്ടൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അന്ന് ഒരു വട്ടം അവിടെ നിന്ന് കണ്ടപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചായിരുന്നു. ഞാൻ അന്നേ നോട്ട് ചെയ്തായിരുന്നു. എടോ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിൽക്കണ ആളല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായിട്ടോ. അങ്ങനെ പറയരുത്, എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. എന്നെ പറഞ്ഞു വിടരുത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഇതിനൊക്കെ ആരോട് ഈ ഫോമും കൊടുത്ത് ഇങ്ങോട്ട് പടച്ചു വിട്ടത്? രസമുണ്ട്. ഞാൻ മറ്റേ പരിപാടി ചെയ്യുന്നില്ല. കൊണ്ട് പോടോ. അങ്ങനെ പറയല്ലേ സാറാ? എന്താ സാറേ എടുത്ത് പോടോ. കുറെ നാളായി സാറേ ഇത് അഭിനയിക്കാൻ തുടങ്ങിയിട്ട്. അഭിനയിക്കുന്ന ആൾക്കാരുള്ളൂ. കന്നഡാസിന്റെ പുറകെ എന്റെ അടുത്തേക്ക് വരാൻ നിൽക്കുക. 10 പടം ഹിറ്റ് അടിച്ച പ്രൊഡ്യൂസറാണ്. കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇമാതിരി സാധനങ്ങൾ എങ്ങാനും കിട്ടിയത്. ഇനി എങ്ങാനും ഇങ്ങനെ ഒരാൾ കയറി വന്നാൽ തന്നെ ഞാൻ പിടിച്ചാൽ പുറത്താക്കും. ഞാൻ കണ്ടാ കൊള്ളാം അല്ലേ? എങ്ങനെയുണ്ട് എൻ്റെ സ്വരം? ഇഷ്ടപ്പെട്ടാ? പാടട്ടെ ഒരു പാട്ട്. നെഞ്ചുക്കുൾ പെയ്തിടും. ഇത് അതല്ലേ മറ്റേ ആ സൂര്യയുടെ പാട്ട്? നെഞ്ചുക്കുൾ പെയ്തിടും മാമലൈ, നീരുക്കുൾ മൂழ்കിടും താമര. കുറെ നാളായി പരിപാടി തുടങ്ങിയിട്ട്. നിങ്ങൾക്കൊന്നും ഇതിന്റെ ബുദ്ധിമുട്ട് അറിയില്ല. എടാ തെറിയല്ലേ വിളിച്ചേ? സിവിലി എന്നെ വിളിച്ചു. പല്ലവി മാത്രം കഴിഞ്ഞിട്ടുള്ള അനുപല്ലവിയും കൂടെ കേട്ടിട്ട് പോയാൽ പോരെ? തീരുവന്നേ, പെട്ടെന്ന് തീർക്കാം, പടപടാന്ന് അടിക്കാം. പോലെ ഹലോ, ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. വരണേ, കേട്ടിട്ടേ പോവാവേ. അവള് വരുമ്പോ നല്ലൊരു പാട്ട് പാടി അവളെ ഇമ്പ്രസ് ചെയ്യണം. കണ്ണാൻ തുമ്പി അല്ല, കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലെങ്കിൽ ഇന്നെൻ നെഞ്ചിൽ പൂക്കാലം. അരെ വാ, എന്ത് രസമായിട്ടാണ് ഞാൻ പാടുന്നത്. പണ്ടേ പഠിക്കണ്ടായിരുന്നു ഈ വീണ വായിക്കുന്നത് എങ്ങനെയാന്ന്. സിവിലി ഹലോ, പേരെന്തായിരുന്നു? സിവിലി. സ്റ്റാൻഡേർഡ് ആവും. സിവിലി. സിവിലി നല്ല പേര്. താങ്ക് യു. എന്ത് ചെയ്യുന്നു? എനിക്ക് ആക്ടിംഗ് ആണ് പാഷൻ. അതിനാണല്ലോ ഞങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളെപ്പോലുള്ള സുന്ദരിയായ കുട്ടികൾക്ക് ഒരു ചാൻസ് തരാൻ. കുട്ടി സിംഗിൾ ആണോ? കമ്മിറ്റഡ് അല്ല. എന്താ നിങ്ങളിപ്പോ എന്താ അഭിനയിക്കാൻ ചാൻസ് കൊടുത്താ പോരെ? കുട്ടി ഞാനൊരു 10 പടം പ്രൊഡ്യൂസ് ചെയ്ത് ഹിറ്റ് അടിപ്പിച്ചൊരു പ്രൊഡ്യൂസറാണ്. അപ്പോ കുട്ടിയുടെ പേര് വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഉറപ്പിച്ച് കുട്ടിയായിരിക്കും ഞങ്ങളുടെ ഇപ്പോഴത്തെ നായിക. സ്ഥലം എവിടെയാണ്? വൈറ്റില. വൈറ്റില്? വൈറ്റില. വൈറ്റില് അടുത്ത് തന്നെയാണ് ഞാനും. ആണല്ലേ? ഒരു ഓട്ടോ വിളിച്ചു തരാന്നുള്ള ദൂരക്ക് പോയി. ഇവിടെ വിളിപ്പിക്കും. കുഴപ്പമില്ലല്ലോ അല്ലേ? എന്താ ഞാൻ വന്നോളാം. നമ്പർ ഇവിടെ തന്നിട്ടുണ്ടോ?
വേണ്ട, നമ്പർ ഞാൻ ഇതിനെടുത്ത് ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. ആ കുട്ടി സെലക്റ്റഡ് ആണോ? കുട്ടിയുടെ ആറ്റിറ്റ്യൂഡൊക്കെ കൊള്ളാം, ആ അപ്പിയറൻസും കൊള്ളാല്ലേ? അതിൻ്റെ അത് കൊള്ളാം. ആണല്ലേ? ഉം. ശരിക്കും സെലക്റ്റഡ് ആയി? ഓ സെലക്ട് ഞാനല്ലേ പറയുന്നത്, ഇത് വെറും അസിസ്റ്റന്റ്, ഞാനാണ് പ്രൊഡ്യൂസർ, ഞാനല്ലേ പറയുന്നത്. കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം ഞാനാണ്, ആരെ സെലക്ട് ചെയ്യണം വേണ്ടെന്നുണ്ടെങ്കിൽ. സാറിന് പൈസ മാത്രം ഇറക്കട്ടോ. സെലക്റ്റഡ് ആവും. നമ്പർ ഇവിടെ കൊടുത്തിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യാം. എന്നാ എനിക്ക് പോവാല്ലേ? ശരി. ശിവലി വിളിക്കാട്ടോ. പെണ്ണുങ്ങളുടെ രൂപം കണ്ടാ തുടങ്ങും. അതൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചില്ലേ. ഞാൻ സെലക്റ്റഡ് ആയി. അതെ, ഞാൻ അനുപല്ലവി. എനിക്കും പെണ്ണിനും ഒരു രാശി എന്ന് പറയുന്ന സാധനമില്ല. ആ വരൂ. നീ ഇവിടെ വല്ല കച്ചേരി നടത്താനാണോ കാസ്റ്റും കൂട്ടത്? എന്തേ എന്തേ വയ്യേ? പാട്ട് പാടാൻ പാട്ടാണോ? കുന്നണം നിലത്തിറക്കി വെക്കടോ. நான் ஒரு நல்ல தமிழ் பாட்டு பாடுறேன். தமிழ் வேண்டாம் ஒண்ணும் வேணாம், வேணா നിലത്തിറക്കി വെക്കുങ്ക. என்னையா நீங்க നീ വിളിച്ചോണ്ട് വരുന്നില്ലേ? இல்ல அப்போ எப்படி இன்டர்வியூ பண்ணலாம்? അതൊക്കെ നാങ്ക പണ്ണു. ഉന്നോட പേര് പേരെന്നെ? முத்தண்ணன், ஸ்டைல் முத்தண்ணன். മൂട്ടതോ നരച്ചതോ ഞങ്ങൾക്ക് അറിയില്ല. இதெல்லாம் தெரிஞ்சிக்க வேண்டாமா? എങ്ക ഊര് ഊര് சென்னை. ചെന്നൈയാ? ചെന്നൈയില് നിന്ന് ഇങ്ങ വന്നിട്ടോ? ஆ നമ്മൾ അറിയില്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മതി. எனக்கு ரொம்ப ஆசை. ആശയ എന്ന ആസെ? പേരാസതാ நடிக்கணும், ஆக்டர் ஆகணும், சிஎம் ஆகணும். சிஎம் ஆகணும். நம்ம விஜய் வர்றாருல இப்போ, ഓ അപ്പടിയാ? சொந்தமா பார்ட்டிலாம் தொடங்கி பெரிய ஆள் ஆகணும். அவங்க டான்ஸ் ஆட்டுமா? ஃபேம் அவுட் ஆயிடும். ஓ ஃபேம் அவுட். வேற என்ன பண்ணிட்டோம்? பாட்டு வேண்டாம், டான்ஸ். நீங்க ஒண்ணுமே பண்ண வேண்டாம். நான் சிவாஜி மாதிரிலாம் பேசுவேன். வேண்டாம் 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 வேண்டாம். நீங்க வெளியே போங்க. சார்லி சாப்ளின் மாதிரி தான் நடிச்சிட்டு இருக்கு. அதிகம் பேச வேண்டாம், அல்ல அதிகம் சம்சாரிக்கின்ற. ஓகோ, நான் மலையாளத்தில் பேசுவேன். மோகன்லால் டைலாக், மம்முட்டி டைலாக். அண்ணா ஒன்று காணிச்சு நோக்கட்டா. இப்போ திடீர்னு சொன்னா எப்படிங்க அண்ணா? ஆரை காணிக்க முடியும்? അങ്ങനെ அப்படி கேட்டிங்கன்னா இப்போ நான் சிவாஜி மாதிரி பேசணுமா? முடியாதுடா, இன்னும் இறங்கி போடா. சிவாஜி சிவாஜி அவன் பாட்டுட்டு அல்ல காட்டுட்டு காட்டு 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 நோக்கட்டும். என் குல பெண்களுக்கு மஞ்சள் அரைத்தாயா, மானம் கட்டவனே, மதி கட்ட. என்னடா கவல் பசங்கம் பேசிட்டு இருக்கிற? இறங்கி போயடோ. அது கொடுத்தோ. தேங்க்யூ. ശ്രദ്ധിച്ച്. ഇത് ഓഫീസ് തകർക്കുന്നു. എന്തത് ഹനുമാനും കഥയും കൊണ്ട് പോകുന്നു. ഇങ്ങനെയുള്ള എവിടെ നിന്ന് എടുത്തോണ്ട് വരണടോ താനിയെ ഇങ്ങനെയുള്ള എന്റെ സമയം വേസ്റ്റ് ആക്കാൻ വേണ്ടി വെറുതെ. എന്തായാലും ഒരു കൊച്ചിനെ കിട്ടിയില്ലേ? അത് ആർക്ക് വിളിക്കണം? മുത്തണ്ണ ഇങ്ങോട്ട് വാങ്ങട്. എന്നാലും എന്നെ പറ്റിച്ച് പോലീസിന് പോയതും പോരാ, ഇങ്ങോട്ട് പോത്താൻ ഇങ്ങോട്ട് இந்த பங்குனி முடிஞ்சு போகிறோம். ஒரு காலத்தும் குடம் பிடிக்கல. ഒരു 10 കൊല്ലം കിട്ടും കൊടുക്കായിരുന്നു.